ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇഹു റെഡി ആയിട്ട് ബാഗൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഏട്ടൻ്റെ അനിയൻ്റെ വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ കുറുക്കൊക്കെ കൊടുത്ത് ചെറിയൊരു ഉറക്കമൊക്കെ ഉറങ്ങി നീച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇഹുവിനെ കൊണ്ടുപോകണത്. പിന്നെ അവിടെ പോയി കഴിഞ്ഞ് നീരവേട്ടനായിട്ട് നല്ല കളിയൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ ഉറക്കമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ റെഡി ആവണ വരെ ചെറിയൊരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നീരവേട്ടന് കുറേ ടോയ്സൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ആൾ ഭയങ്കര ക്ഷീണിച്ചിട്ടുള്ള കിടത്താണ് ഈ കിടക്കണത്. പിന്നെ അത് കൂടെ കുറേ കുത്തിമറയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇഹുവിന് വേഗം ഫുഡ് കൊടുത്തു കേട്ടോ. ആൾക്ക് ചെറുതായിട്ട് വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ ഫുഡ് കൊടുത്തു. പിന്നെ അവിടെ ഇതേപോലത്തെ 2-3 നല്ല ലൈവ് പ്ലാന്റ്സ് ഒക്കെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ടി വിയിൽ പിന്നെ 96 മൂവി ആട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെ കണ്ട് നല്ല ഗീ റൈസും ചിക്കൻ കറിയൊക്കെ കൂട്ടി ഒരു പിടുത്തൊക്കെ പിടിച്ചു. പിന്നെ നീരവാണ്ടായിട്ട് അവസാനം ഫുഡ് കഴിച്ച് കഴിഞ്ഞത്. പിന്നെ പെട്ടെന്നൊരു പ്ലാൻ ഇട്ടു പൊന്നാനി ബീച്ചിലേക്ക് പോവാന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി വേഗം തന്നെ ഇറങ്ങിയിട്ടോ. അധികം ലേറ്റ് ആയില്ല. ഇവിടുന്ന് അത്യാവശ്യം ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ എന്തായാലും വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇഹുനെ കൊണ്ട് ആദ്യമായിട്ടാണ് കടൽ കാണിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ക്യാപ്ചർ ചെയ്ത് വെക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കാറിൽ കയറി കുറച്ച് കഴിയുമ്പോഴേക്കും ഇഹുവിനെ ഉറക്കിയിട്ടോ. ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ഉറങ്ങി നീച്ച ആളൊന്ന് ഉഷാറായിരിക്കട്ടെ വിചാരിച്ചു. ആദ്യമായിട്ട് കടൽ കാണാൻ പോവല്ലേ. അങ്ങനെ പിന്നെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ മഴ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അവിടെ എത്തുമ്പോൾ നല്ല മഴയൊക്കെ കൊള്ളാവുമെന്ന്. പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ മഴ പോയിട്ടോ. പിന്നെ ഏകദേശം പൊന്നാനി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊന്നാനിയിൽ കുറേ പഴയ കെട്ടിടങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ. അത് കാണാൻ ഭയങ്കര രസമല്ലേ. പിന്നെ ബീച്ചൊക്കെ എത്താറാകുമ്പോഴേക്കും ഇതേപോലെ കുറേ ബോട്ടുകളൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കണമൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ ബീച്ചെത്തി. അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല അടിപൊളി തണുത്ത കാറ്റാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇഹുവിനെ വെള്ളത്തിൽ ഇറക്കാൻ വേണ്ടി കൊണ്ടുപോകാണ് കേട്ടോ. അപ്പോൾ കാലിൽ ഷൂ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഊരി എൻ്റെ കയ്യിൽ തന്നു. അങ്ങനെ നമ്മൾ മണലിൽ ഇറക്കി നിർത്തിയിട്ടുണ്ട്. വെള്ളം വന്ന് കാലിൽ തട്ടുമ്പോൾ ഇഹുവിൻ്റെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നിന്നോടത്തേക്ക് തിരമാല വരുന്നില്ല കണ്ടപ്പോൾ കുറച്ചും കൂടി കയറി നിന്നിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് വെള്ളം വന്ന് കാല് തട്ടുമ്പോൾ പേടിക്കരുതെന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ വന്ന് വെള്ളം നനഞ്ഞപ്പോൾ ഇഹുവിന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ഇഹുവെന്ന് വിളിക്കുമ്പോൾ എന്നെ നോക്കി ചിരിക്കണ് കണ്ടപ്പോൾ ആളോക്കെയാണെന്ന് മനസ്സിലായി. പിന്നെ കുറച്ച് നേരം അച്ഛൻ്റെ കൈയും പിടിച്ചിട്ട് നല്ല കളിയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ ഇഹുവിനടുത്ത് കൈ പിടിച്ചിട്ടോ. അത് തീരെ ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. വീണ്ടും ഇറങ്ങാൻ വേണ്ടി നോക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് നേരം കൂടിയും ഇറക്കി. പിന്നെ ഇഹുവിനെ മണലിലൊന്ന് ജസ്റ്റ് ഇറക്കി നോക്കിട്ടോ എന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും പിന്നെ മുട്ടിലൊഴിഞ്ഞ ആളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മണലൊക്കെ വാരി തിന്നാൻ വേണ്ടി പോയപ്പോഴേക്കും വേഗം എടുത്തു. പിന്നെ ഡ്രസ്സിലൊക്കെ ഫുള്ള് മണലായിട്ടുണ്ടായിരുന്നു. അതൊക്കെ തട്ടി കുടഞ്ഞ് പിന്നെ നമ്മളെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ അറ്റം വരെ ഒക്കെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇഹുവിന് നല്ല ദാഹിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ വെള്ളമൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ നടന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ നല്ല തണുത്ത കാറ്റാട്ടെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ നടക്കാനൊക്കെ നല്ല രസമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ കുറച്ച് ഫുട്ബോൾ ടീം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കളിക്കാനൊന്നല്ല, അവിടെ ഒരു ഫോട്ടോഗ്രാഫറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ തട്ടണതൊക്കെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ നോക്കി ഇങ്ങനെ നിന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും പിന്നെ എന്തായാലും ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഐസ്ക്രീമിൻ്റെ അവിടെ പോയിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങി. അപ്പോൾ ഞങ്ങൾ ബട്ടർ സ്കോച്ച് ആട്ടോ വാങ്ങിയത്. പിന്നെ ഏട്ടനൊക്കെ ചോക്ലേറ്റൊക്കെ വാങ്ങിയത് തോന്നുന്നുണ്ട്.
അപ്പോൾ അതൊക്കെ വാങ്ങി. പിന്നെ ഇഹുവിന് അത് കണ്ടപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഇഹുവിനും ചെറുതായിട്ടൊന്ന് വായിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും വീണ്ടും പറയാം, കുറേയൊന്നും കൊടുത്തില്ല, ജസ്റ്റ് ഒന്ന് വായിൽ വെച്ച് കൊടുത്തു. പിന്നെ ഇതേപോലെ കുറേ ശംഖൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് ജസ്റ്റൊക്കെ ഒന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ ആ അറ്റത്തേക്ക് എത്തിയപ്പോഴേക്കും ഇതേപോലെ കുറേ കക്കേൻ്റെ തോടുകൾ ഇങ്ങനെ കൂട്ടം കൂടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ കുറേ കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കുറച്ച് എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടേക്ക് എത്തിയപ്പോഴേക്കും കുറേ പേര് അവിടെ മീൻ ചൂണ്ടിട്ട് പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം പോയി നിന്നു. പക്ഷെ ഞങ്ങളവിടെ നിന്ന് നോക്കണ വരെയും അവർക്ക് മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ കുറച്ച് നേരം നോക്കിയിട്ട് പിന്നെ നമ്മളിവിടെ നിന്ന് തിരിക്കാൻ വിചാരിച്ചു. ഹാർബറിൽ പോയിട്ട് മീനൊക്കെ വാങ്ങണം. അപ്പോൾ പിന്നെ ലേറ്റ് ആവണ്ട വിചാരിച്ചു. അങ്ങനെ ഏകദേശം സൺസെറ്റൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ പോണ വഴിക്കാണ് ഈ ഞണ്ടിനെ ഞങ്ങളുടെ കണ്ണിൽ പെട്ടത്. അപ്പോൾ ഏട്ടൊന്ന് തൊട്ട് തലോടാൻ പോയതാണ്. ഒരു നല്ല കടിയും കിട്ടിയിട്ടുണ്ട്. അത് എന്നിട്ട് ജീവനും കൊണ്ട് പോയിട്ട് അതിൻ്റെ കൂട്ടിൽ പോയിട്ട് മുളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും പിന്നെ അടുത്ത ആളെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവരുടെ കണ്ണ്, മൂക്ക് എന്നൊക്കെ ഇങ്ങനെ പരിശോധിക്കുകയാണ് കേട്ടോ രണ്ടുപേരും കൂടിയിട്ട്. അങ്ങനെ പിന്നെ അതിനെ പിടിക്കാനുള്ള ശ്രമത്തിൽ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ കാലും ഒക്കെ കഴുകി വന്നിട്ടായി നടത്തം. അപ്പോഴേക്കും മിഹു പിന്നെ ഏട്ടൻ്റെ തോളിൽ കയറിയിട്ടാണ് കേട്ടോ പിന്നത്തെ യാത്ര ഉണ്ടായിരുന്നത്. അതിനിടയ്ക്കിൽ മുകളിൽ ഇങ്ങനെ ഒരു പരുന്ത് വട്ടമിട്ട് പറന്നിങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇഹുവിന് ഇത്തിരി പേടിയുണ്ട് തോന്നുന്നു. അതുകൊണ്ട് ഏട്ടൻ്റെ മുടിയിലൊക്കെ ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ കാറിൽ കയറി നമ്മുടെ ഹാർബറിൽ പോയപ്പോഴേക്കും ഹാർബർ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇങ്ങനെ ചെറിയ വഞ്ചികളിൽ വരുന്ന മീനുകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ നല്ല റേറ്റാണ്. പിന്നെ അധികമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് മീനൊന്നും വാങ്ങിയില്ല. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചു. അപ്പോഴേക്കും പിന്നെ ഇഹൂനൊക്കെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഹൂനും നീരവിനും പഴവും ആപ്പിളൊക്കെ വാങ്ങി. പിന്നെ അവിടെ പൊന്നാനി അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല ഫ്രഷ് മീൻ തന്നെ ആവില്ല അവിടെ ഉള്ളത്. അപ്പോൾ കുറച്ച് മത്തിയും നത്തോലിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏകദേശം നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് മന്തി മാത്രം ഇവിടുത്തെ സ്പെഷ്യൽ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏട്ടൻ മുന്നൊരിക്കലും ഇവിടെ വന്നിട്ട് കഴിച്ചിട്ടുണ്ട്, നല്ല ഫുഡാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും അവിടെ തന്നെ കയറാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് മന്തിയാണ് ഓർഡർ ചെയ്യേണ്ടത് എന്നുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ ഷവായി മന്തിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ പിന്നെ എന്തായാലും അതാവാൻ വേണ്ടി 1/2 hour വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇഹുവിനെ ഇരുത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ മെനു കാർഡൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഫുഡൊക്കെ വന്നു. പിന്നെ ഫുഡൊക്കെ നല്ല രീതിയിൽ കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ റൈസ് അൺലിമിറ്റഡ് ആയിരുന്നു. പിന്നെ ബാക്കിയുള്ളത് പാഴ്സലൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ വീട്ടിലേക്ക് പോയി അവരവിടെ ആക്കി നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.